ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ ചെറിയൊരു സ്റ്റെക്കേഷന് വേണ്ടി പോവാണ്. ബർത്ത്ഡേയുടെ കേക്കൊക്കെ ഇന്നലെ രാത്രി ചേട്ടായുടെ ഫ്രണ്ട്സ് വന്ന് സർപ്രൈസ് ആയിട്ട് കേക്കൊക്കെ മുറിച്ച്, അതിൻ്റെ വീഡിയോസ് ഒന്നും ഇല്ല, ഫോട്ടോസ് ഉണ്ട്. അത് ഞാൻ ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ പോയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഇതേ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. റെത്താജ് ഖത്തർ റെസിഡൻസിയിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ആള് ചെക്ക് ഇൻ ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അകത്ത് പോയേക്കാണ്. ഞാനും മോളിലും കാറിലിരുന്ന് ചില്ല് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പും ഒരു തവണ ഇതേപോലെ ബർത്ത്ഡേക്കൊക്കെ റൂം എടുത്ത് ഇങ്ങനെ പോവാറുണ്ട്. അപ്പോൾ ഇത്തവണ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ഇവിടെയാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി റൂമാട്ടോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. മോൾക്കാണെങ്കിൽ ഇങ്ങനെ റൂമിലൊക്കെ ഇങ്ങനെ പോയി ചില്ല് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മിറർ കണ്ടാൽ നമ്മൾ വിടാൻ പാടില്ലല്ലോ. അപ്പോൾ മിററിൽ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞ് ഓരോ ഷോയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെൻ്റെ അനിയത്തി എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്ന ഡ്രസ്സാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് നമ്മൾ തുണിയെടുത്ത് തയ്ച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഡ്രസ്സ്. അപ്പോൾ പിന്നെ നമ്മുടെ ഈ ഷോയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വൈകാതെ തന്നെ ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടെ ബീച്ച് ആക്സസ് ഉണ്ട്. അപ്പോൾ മോളാണെങ്കിൽ ഇവിടെ ഫുള്ള് വന്നിങ്ങനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ പോയി. ഒരു തവണ നമ്മളിങ്ങനെ റൂം എടുത്ത് കണ്ട ഒരു ശീലമൊക്കെ ഉണ്ടല്ലോ അവൾക്ക്. അപ്പോൾ എല്ലാം ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ആളുടെ മെയിൻ ഇതെന്ന് പറയുന്നത് അവിടെ നമ്മുടെ റൂമിലുള്ള ഫോൺ എടുത്ത് ഇങ്ങനെ ചെവിയിൽ വെച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. അവളിങ്ങനെ വീഡിയോസിൽ അങ്ങനെയൊക്കെ കണ്ടിട്ടില്ല, അല്ലാതെ നമ്മളെ റൂമിൽ ഇപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനത്തെ ഫോണിൻ്റെ യൂസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇത് കിട്ടുമ്പോൾ അവളിങ്ങനെ എടുത്ത് ചെവിയിൽ വെച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ആട്ടോ ഇത്. നല്ല അടിപൊളി വ്യൂ ആണ്. ഈ സീയുടെ ഒക്കെ കളറുണ്ട്, നല്ല ബ്ലൂ കളറായിട്ട് നല്ല പീസ് ആൻഡ് കാമായിട്ടുള്ളൊരു സ്ഥലം പോലെ ഉണ്ടല്ലേ. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇങ്ങോട്ട് കുറച്ച് നേരം നോക്കി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ശരിക്കും ഒരു റിലാക്സ്ഡ് ആയ പോലെ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നെങ്കിൽ ഈ സമയത്ത് ഞാൻ ഖത്തറിൻ്റെ ഭംഗി അങ്ങനെ കണ്ടിട്ടില്ല. കാരണം ഉച്ചനേരത്തൊന്നും നമ്മൾ പുറത്തിറങ്ങാറില്ലല്ലോ. അപ്പോൾ ഈ ഒരു ഭംഗി ഖത്തർ നല്ല സൂപ്പറാണെന്ന് പറയാനായിട്ട് വേറെ ഒന്നും വേണ്ട. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷൻ കേക്കൊക്കെ ഇന്നലെ കട്ട് ചെയ്തായിരുന്നു കൊണ്ട് നമ്മൾക്ക് ഇന്നങ്ങനെ കേക്ക് കട്ടിങ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് നമ്മുടെ ബാത്റൂമാണ് കേട്ടോ ഇത്. നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമായിരുന്നു. ഇപ്പോൾ മോൾക്കാണെങ്കിലും ഇങ്ങനത്തെയൊക്കെ ഈ ബാത്ത് ടബ് സെറ്റപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൾക്കാണെങ്കിലും ഇത് ഇങ്ങനെ കണ്ടപ്പോഴേക്കും ഭയങ്കര ഇഷ്ടമായിട്ട് അവൾക്ക് അപ്പോൾ തുടങ്ങി കുളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് ഇങ്ങനെ ബാത്ത് ടബൊക്കെ ആണെങ്കിലും കാണാനായിട്ടും അതിൽ കുളിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചിലേക്ക് പോകാൻ പോവാണ്. ബീച്ച് നമുക്ക് ബീച്ചിൽ പോയിട്ട് കാണാം. നമ്മൾ ബീച്ചിൽ പോയി വന്നു കേട്ടോ. ബീച്ചിൽ വെച്ച് നമുക്ക് ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം അതൊരു പബ്ലിക് ബീച്ചായിരുന്നു കൊണ്ട് നമ്മളൊരു പ്രൈവസി കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്തില്ല കേട്ടോ. മോളുടെ അടുത്ത് ചോദിക്കട്ടെ ഏട്ടാ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടമായ? കുറേ നേരം കളിച്ചാ? ചേട്ടായിക്ക് ബീച്ച് ഇഷ്ടമായോ? പിന്നെ വീഡിയോസും ഫോട്ടോസും ഒന്നും അധികം എടുക്കാൻ പറ്റിയില്ല. കാരണം പ്രൈവസി ഇതുള്ളതുകൊണ്ട് ഞാൻ വീഡിയോസൊന്നും അധികം എടുത്തില്ല. അങ്ങനെ ഫ്രഷ് ആയിരുന്നു. എന്നാലും റൂമിൽ വന്ന് ഒന്നും കൂടി ഞങ്ങൾ ഫ്രഷായി. ഇനി ഞങ്ങൾ ചായ, നല്ല വിശപ്പുണ്ട്, ഇപ്പോൾ ഒരു 5 മണിയൊക്കെ ആയി. പിന്നെ ചായക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുക. അപ്പോൾ ഗൈസ്, അറ്റ് ലാസ്റ്റ് നമ്മുടെ ഫുഡ് എത്തിയിരിക്കുകയാണ്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. നല്ല രീതിയിൽ വിശക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 6:30-6:45 ഉണ്ടാവും. നമ്മൾ KFC ആണ് ഓർഡർ ചെയ്തത്. അത്ര ടൈം എടുക്കുമെന്ന് അറിഞ്ഞിട്ട് തന്നെ ഓർഡർ ചെയ്തത്. പക്ഷേ വിശപ്പ് സഹിക്കാൻ പറ്റുള്ള ഗൈസ്. ബീച്ചിലൊക്കെ പോയി വന്നപ്പോൾ ആകെ ടയർഡായി. അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ചേട്ടായി കളക്ട് ചെയ്യാൻ പോയിരിക്കുകയാണ്.
അപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ മോളത് ഓപ്പൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്യാനും ഓപ്പൺ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിള്ളേരല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, ഈ പുതിയ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് തന്നെ വേഗം തന്നെ ഇതൊക്കെ തുറന്ന് നമ്മൾ KFC കഴിച്ചു കേട്ടോ. കുറേ നാളായി നമ്മൾ KFC കഴിച്ചിട്ട് തന്നെ, അതുകൊണ്ടൊരു പ്രത്യേക ടേസ്റ്റും കൂടി തോന്നി. പിന്നെ KFCയുടെ ഒരു ബർഗറും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ KFC കഴിച്ചപ്പോൾ ഞങ്ങളുടെ വിശപ്പൊക്കെ മാറുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ KFC കഴിച്ച് കഴിഞ്ഞിട്ടും ഞങ്ങളുടെ വിശപ്പ് മാറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ രാത്രിയാകുമ്പോൾ വേറെ എന്തെങ്കിലും കൂടി ഓർഡർ ചെയ്ത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മളിവിടെ നമുക്ക് പറ്റിയൊരു അബദ്ധം ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കിവിടെ ബീച്ച് ആക്സസ് ഫ്രീ ആണെന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ നമ്മൾ ബീച്ചിലെത്തിയപ്പോൾ അവർ പറഞ്ഞു എൻട്രി ഫീ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെന്നാൽ ചിലപ്പോൾ ബീച്ച് ആക്സസ് ഇൻക്ലൂഡഡ് അല്ലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എൻട്രി ഫീ കൊടുത്തിട്ട് നമ്മൾ ബീച്ചിലൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തി. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോൺ ചെയ്ത് റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അവർ പറയണത് ബീച്ച് ആക്സസ് ഉണ്ട്, പക്ഷെ അതിന് ഇവിടെ വന്ന് പറഞ്ഞ് ഇവിടുന്ന് ഒരു കാർഡ് തരും, അത് നമ്മൾ അവിടെ ബീച്ചിൽ കൊണ്ടുപോയി കൊടുത്താലാണ് അവർ ഫ്രീ ആയിട്ട് കയറ്റുക എന്നുള്ളത്. പക്ഷെ ഇതാദ്യമേ നമ്മൾ ചെയ്യേണ്ടതായിരുന്നു, നമ്മളത് ചെയ്തില്ല. സോ അങ്ങനെ ഒരു അബദ്ധം പറ്റി. സൂപ്പറായിട്ടുണ്ടല്ലേ. ഈ ഒരു ബർത്ത്ഡേ എനിക്ക് ജീവിതത്തിൽ ഒട്ടും മറക്കാൻ പറ്റാത്തൊരു ബർത്ത്ഡേ സെലിബ്രേഷനാണ് കേട്ടോ. കാരണം ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ ഒരു റൂമൊക്കെ എടുത്ത് എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നൊക്കെ ഉള്ളത്. ഞാനൊരു വലുതായ പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കല്യാണത്തിന് ശേഷമാണ് ഇങ്ങനെ കേക്ക് കട്ട് ചെയ്യലും ഗിഫ്റ്റ് തരലും അങ്ങനെയൊക്കെ ഉണ്ടായത് കേട്ടോ. അപ്പോൾ ഇത്തവണത്തെ ബർത്ത്ഡേ ഒരു ഭയങ്കര സ്പെഷ്യലാണ്. കാരണം ഇതേപോലെ റൂം എടുത്ത് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വളരെയധികം ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇപ്പോൾ വീട്ടിൽ നിന്ന് മാറി ഇവിടെ നിന്നപ്പോൾ മൈൻഡൊക്കെ ശരിക്കും റിലാക്സ്ഡായി. അതേപോലെ തന്നെ ഞങ്ങൾക്ക് കുറേ ഫാമിലി ടൈം, കുറേ നേരം ക്വാളിറ്റി ടൈം ഇതൊക്കെ കിട്ടി. ഇപ്പോൾ വീട്ടിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് എല്ലാവരും അവരവരുടെ പണിക്ക് പോവുക, അങ്ങനെയല്ലേ. അപ്പോൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം, ജോലിയൊന്നും ചെയ്യേണ്ട, ഫുഡ് ഓർഡർ ചെയ്യുക, കഴിക്കുക, പിന്നെ നമ്മുടേതായിട്ടുള്ള ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുക. ഇതിപ്പോൾ നമ്മുടെ ഒരു കൊക്കിലൊതുങ്ങുന്ന ഒരു റേറ്റിലുള്ള റൂമായിട്ടാണ് നമ്മളെടുത്തത്. നമ്മളൊരു അനാവശ്യമായിട്ട് നമ്മൾ ചിലവാക്കുന്ന കാശൊക്കെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കലൊക്കെ അല്ലേ ഇതേപോലെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഒരു അടിപൊളി മെമ്മറി ആയിരിക്കും കേട്ടോ നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ടൊരു ഫോണും കൂടി മേടിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. വിവോൻ്റെ V70 എന്ന് പറഞ്ഞ ഫോണാട്ടോ മേടിച്ചത്. ഇതിൻ്റെ ഒരു നല്ലൊരു ബ്രൗൺ ഷെയ്ഡായിട്ടോ ഈ ഫോണിൻ്റെ, നല്ലൊരു അടിപൊളി കളറാണ്. അപ്പോൾ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒക്കെ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു പുതിയ ഫോണും കൂടി കിട്ടി. രാത്രി ഒരു 9:30 ആയപ്പോൾ നമ്മൾ രാത്രിത്തെ ഡിന്നർ ഓർഡർ ചെയ്തു. നമ്മൾ മദ്കൂദാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അതൊരു അറബിക് ഫുഡാണ്. മദ്കൂദ് തന്നെയാണ് പറയണതെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു അറബിക് ഫുഡാണ്. എനിക്കിഷ്ടമാണ്, ചേട്ടായിക്ക് ഇഷ്ടമാണ്. കൊച്ചിന് അത്ര ഇഷ്ടമായില്ല. അവൾ പിന്നെ മറ്റേ ഫ്രൈസും ഒക്കെ തിന്നിരിക്കണ കാരണം കൊണ്ട് വലിയ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്കാണെങ്കിലും ഒരെണ്ണം ഓർഡർ ചെയ്തോളൂ, എങ്കിലും വയറ് ശരിക്കും ഫുള്ളായിട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ ഒക്കെ കഴിക്കാൻ നോക്കി, പക്ഷെ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് ഇച്ചിരി കൂടുതലായിപ്പോയി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ രാത്രി കിടക്കാനായിട്ട് കിടന്നു കേട്ടോ. അവൾ കിടന്നപ്പോൾ പറയാണ് അവൾക്ക് റൂം ഭയങ്കര ഇഷ്ടമായി, നമുക്ക് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകണ്ടെന്ന് പറയാണ്. അവൾക്ക് ഈ റൂം മതി എന്ന് പറയാണ്. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ ഉറങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10 മണിയൊക്കെ ആവാറുണ്ടാവും. നന്നായിട്ട് ഉറങ്ങിയിട്ടാ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു, നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായി. നന്നായിട്ട് ഉറങ്ങിയിട്ട് ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, ചെക്കൗട്ട് ചെയ്യണം. നേരെ തിരിച്ച് നമ്മുടെ കുടിലിലേക്ക് വീണ്ടും. ആർഭാട ജീവിതം കഴിഞ്ഞു. അപ്പം ഇനി ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ നേരത്തെ അപ്പയും മോളും കൂടി അവിടെ പുറത്ത് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കും. രാത്രി ഇവിടെ നല്ല രസമുണ്ട് കാണാനായിട്ട്, രാവിലെ നല്ലതാണ് കാണാനായിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ ഫ്രഷായിട്ട് ചെക്കൗട്ട് ചെയ്ത് പോകുന്ന വഴി ഫുഡ് കഴിച്ചിട്ടാണ് ഇനി തിരിച്ച് റൂമിലേക്ക് പോകുന്നത്. അപ്പോൾ ചെക്കൗട്ട് ചെയ്യാൻ നേരത്ത് കാണാം. നമ്മളപ്പോൾ ഇവിടുത്തെ സുഖവാസം കഴിഞ്ഞിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. പോകാൻ തോന്നുന്നില്ല ഗൈസ്.
പോകാൻ തോന്നുന്നില്ല. എന്ത് ചെയ്യാൻ, പോയല്ലേ പറ്റൂ. ഇതാട്ട് ഇവിടുത്തെ റിസപ്ഷൻ. നമ്മൾ ചെക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇത് കാണാനായിട്ട് നല്ല രസമുണ്ട്. നല്ല അടിപൊളി റെസിഡൻസി ആട്ടത്. അപ്പോൾ ഇവിടെ റൂം എടുത്തപ്പോൾ എനിക്ക് കുബേരൻ സിനിമയായിട്ട് ഓർമ്മ വന്നത്. ദിലീപ് ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് ആ കൊട്ടാരത്തിൽ പോയി താമസിക്കില്ലേ, സെയിം ഫീലിംഗ് തന്നെയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. നല്ലൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു റൂം, നന്നായിട്ട് റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു കഷ്ടപ്പാടിൽ നിന്നൊക്കെ ചെറിയൊരു റിലീഫ് പോലെ. അങ്ങനെ മോൾക്കാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് റൂമിൽ പോകണ്ട, ഇവിടെ നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇനി പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് വന്നിട്ടോ. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് പോന്നപ്പോൾ തന്നെ ഖത്തറിൽ അൽസാജിൽ എന്തായാലും ഒന്ന് വന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുത്തെ മാഞ്ഞാലി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിലത്തെ അൽസാജിൽ മിക്കപ്പോഴും പോകാറുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റൂമിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ലൊരു അടിപൊളി ആംബിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഈ നേരം ഒരു 11:30 ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളങ്ങനെ ദാഹിച്ച് വരഞ്ഞാട്ടോ വന്നത്. വന്നപ്പോൾ തന്നെ ഒരു സ്റ്റാർട്ടിങ് ഒരു ഡ്രിങ്ക്സ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ലെമൺ ജ്യൂസ് പോലത്തെ. നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കുഞ്ഞിതായിരുന്നുകൊണ്ട് പെട്ടെന്ന് തീർന്നു പോയാലോ എന്ന്. ഇപ്പം ഞങ്ങൾക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ മാഞ്ഞാലി ദം ബിരിയാണിയും ഒരു ബീഫ് ബിരിയാണിയും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് രണ്ടും വന്നു. പിന്നെ മോൾക്കൊരു സെപ്പറേറ്റ് നല്ല അടിപൊളി യൂണിക്കോണിൻ്റെ പ്ലേറ്റ് കൊടുത്തായിരുന്നു കൊണ്ട് അവളും ഹാപ്പി ആയിട്ടോ. അങ്ങനെ അവൾക്ക് ആ പ്ലേറ്റിൽ നമ്മൾ ബിരിയാണി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളൊരു അവൾക്ക് മാംഗോ ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ട് മാംഗോ ജ്യൂസും പിന്നെ ഒരു ഫ്രഷ് ലൈം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാംഗോ ജ്യൂസ് ഞാൻ തന്നെ കുടിക്കേണ്ടി വന്നു, ഫ്രഷ് ലൈം അവളാണ് കുടിച്ചത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. മാഞ്ഞാലി ബിരിയാണി ആണെങ്കിലും ബീഫ് ബിരിയാണി ആണെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ അൽസാജിൽ ഇനിയും നമ്മൾ വിസിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ചട്ടിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ ഒരു ദിവസം നമ്മൾ ചട്ടിച്ചോറ് കഴിക്കാനായിട്ട് വരുന്ന വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ഇന്നലത്തെ ഒരു ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ വളരെയധികം ഹാപ്പിയാണ്. നമ്മളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ.